നീ എന്റെ മുറപ്പെണ്ണാടി. തരക്കേടില്ലാത്ത ഫിഗറാ, പക്ഷേ ലേശം തലക്കനുണ്ട്. ആ, ഒരു താലി മേടിച്ച് കഴുത്തി കെട്ടിയിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം. എന്താ, പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. ഓ, മാരുതി വാങ്ങിച്ചു തന്നു, ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്. ഇതാ M.Com റാങ്ക് കിട്ടിയതിന് മൊട്ടു സൂചി. അതവിടെ വെച്ചേക്ക്. സൂചിയാ, എവിടെയെങ്കിലും തറച്ച ചോര പൊടി. അങ്ങനെ പൊടിയണ ചോരയൊന്നുമല്ല, ഇതേ റോയൽ ബ്ലഡാ, രാജരക്തം. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കുട്ടിയോ? ആരുടെ കുട്ടി? ഓ ശരിയാ, ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചോണ്ട് നടക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയെ കുട്ടീന്ന് വിളിച്ച് തെറ്റാ. ക്ഷമിക്കുക. ചാച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. പിന്നെ ഈ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ ദൈവം തരുന്നതാ. അതിലാരും അസൂയപ്പെട്ടത് കാര്യമില്ല. അതൊക്കെ വല്യമാമയുടെ അടുത്ത് എടുത്താ മതി. പാവം വല്യമാമയെ കൈമണി അടിച്ച് കൂടിയിരിക്കല്ലേ. ചാച്ചി, എനിക്കിവിടെ വേറെ പണിയുള്ളതാ. പണിയെടുക്കണം. നന്നായി പണിയെടുത്ത 5000 മാസം അവസാനം നല്ല കൂലിയും കിട്ടും. ചേച്ചി, മനഃപൂർവ്വം ഉടക്കാൻ തന്നെയാണല്ലേ. ഇപ്പൊ ഒരാളുടെ ഊഴം കഴിഞ്ഞ് പോയേ ഉള്ളൂ. ഇനിയിപ്പോ എന്നാ ഞാൻ അതുപോലെയല്ല കേട്ടോ. ആ, എനിക്ക് കാർ സ്റ്റീരിയോ വാങ്ങിക്കാൻ 15000 രൂപ വേണം. അയ്യോ, അതിനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല, മുക്കാല കേൾക്കാനല്ലേ. ആ വക ബോറം പാട്ടും നമുക്ക് വേണ്ട. ചേച്ചി പോ. അത് താനാണോ നിശ്ചയിക്ക? അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് 15000 രൂപ ഇങ്ങെടുക്ക്. കടന്നു പോടി വരുന്നു. എന്ത് പോടിയെന്നോ? അതേടി, പോടിന്ന് പറഞ്ഞത് മനസ്സിലായില്ലേടി. കടന്നു പോടിന്ന്. ആഹാ, അത്രയ്ക്കായോ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ ദൈവങ്ങളെ, തമാശക്ക് തുടങ്ങിയതാ. കുഴപ്പമായോ? ഈ ഉള്ളവനെ പരീക്ഷിക്കല്ലേ. എനിക്ക് ക്ഷമ തരണേ. വല്യമ്മക്ക് എന്നെയാണോ ആ രാമനാഥനെയാണോ കൂടുതൽ ഇഷ്ടം? ഇതെന്ത് ചോദ്യ? എന്റെ ഗോപുവിനെ കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് ആരും. വല്യമ്മ നുണ പറയാ. വല്യമ്മ നുണ പറയേ? അതെ, കാർ ഇഷ്ടപ്പെട്ടോ? വേണ്ട, വിഷയൊന്നും മാറ്റണ്ട. വല്യമ്മ എന്തിനാ രാമനാഥനെ തലയിലേറ്റി വെച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ മാത്രമേ എന്റെ തലയിൽ ഏറ്റിട്ടുള്ളൂ. അതൊക്കെ വെറുതെ പറയാ. അന്ന് കണ്ടതല്ലേ, എന്നെ കെട്ടിച്ചു വിടുന്നത് രാമനാഥൻ കളിയാക്കി പറഞ്ഞപ്പോ വല്യമ്മ ചിരിക്കല്ലേ ചെയ്തത്. അതൊരു സത്യല്ലേ കുട്ടി? ഇതിൽ പല സന്തോഷം എന്തായിരിക്കേ? എനിക്ക് തമാശയൊന്നും കേക്കണ്ട കേട്ടോ. വല്യമ്മയ്ക്ക് രാമനാഥനെ നിലക്കി നിർത്താൻ കഴിയോ? അതെനിക്ക് പറയേണ്ടത്. അയ്യേ, ഒരാളെ നിർത്തി എങ്ങനെയാ ജോലി ചെയ്യിക്കുക? മോശല്ലേ? അയാൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യട്ടെ. മതി കളിയാക്കിയത്. അയാൾ എന്നെ എന്താ വിളിച്ചെന്നറിയോ? എന്താ? പോടീന്ന്. ഒരു പ്രാവശ്യമല്ല, 2-3 വട്ടം പോടി പോടി പോടീന്ന്. രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. അപ്പോ ഞാൻ നുണ പറയാണെന്നല്ലേ? വല്യമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല. ആ ശരി, സമാധാനപ്പെട്. ഞാൻ ചോദിക്കാം. ഇപ്പൊ ചോദിക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. അയാളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വാ, എന്നേക്ക്. അയ്യോ, ആരെങ്കിലും പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. താൻ ഇവിടെ പോടിന്ന് വിളിച്ചോ? പോടിയെന്നോ? ഞാനോ? എന്റെ ഈശ്വരാ, എന്റെ തല ചുറ്റുന്നേ. വിളിച്ചില്ലേ? അയ്യോ, ഇവിടത്തെ കുട്ടിയെ പോടിന്ന് വിളിക്കേ? അത്രയ്ക്ക് വിവരദോഷിയാണോ ഞാൻ? ചേട്ടാ, വലിയ തെറ്റല്ലേ അതൊക്കെ? കണ്ടില്ലേ, രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. കപട ബഹുമാനവും കല്ല് വെച്ച് നുണയും. വല്യമ്മയെ ഇയാള് വിശ്വസിക്കരുത്. എന്റെ വല്യമ്മയാണ് സത്യം. ഇയാളെന്നെ പോടിന്ന് വിളിച്ചു. എന്താ രാമനാഥ ഇത്? എന്റെ കുട്ടി കള്ളം പറയില്ല. അതാണോ? കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ ഈ രജിസ്റ്ററിൽ അപ്പടി പൊടിയാണല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. കുട്ടി അത് പൊടിയെന്നാണോ കേട്ടെ? കേട്ടില്ലേ, രാമനാഥൻ പൊടിയെന്നേ പറഞ്ഞുള്ളൂ. അല്ല, കുട്ടിക്ക് ഇഷ്ടമില്ലാച്ച പൊടി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണേ ഇല്ല. പകരം കാറ്റത്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്ന സാധനമെന്നോ, അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ഇങ്ങനെ പോയിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കുഞ്ഞി ഡപ്പിക്കകത്ത് കൊണ്ടു കിടന്നിട്ട് ഇങ്ങനെ മൂക്കിൽ വലിച്ചേറ്റിട്ട് മൂക്കളെ ഇങ്ങനെ കറക്റ്റ് ഒലിപ്പിച്ചിട്ട് നടക്കുന്ന അങ്ങനെ സാധനല്ലേ? മതി മതി, തീർന്നില്ലേ നിന്റെ പിണക്കം? താൻ കൂടെ ഒന്ന് സഹായിക്കണോ? ആ ചാക്കിന്റെ പുറത്ത് വയ്ക്കേ. ആ ക്യാൻ കമരരുത്. കെയർഫുൾ. നോക്കി നിൽക്കാതെ ഒന്ന് വേഗം ആവട്ടാ. അല്ല, ഈ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല. നീ ഇപ്പൊ ചെയ്ത് ഒട്ടും ശരിയല്ല. താഴെ കൊണ്ടിട്ട് സാധനം എടുത്ത് വണ്ടിയിലോട്ട് വയ്ക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഒളിച്ചു കിടക്കുന്നത് കാരണവർ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ നിന്നെ കൊല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ ദുഃഖം ഞങ്ങൾ എല്ലാവരും സഹിച്ചോളാം. എന്താ പോരെ? നീ അങ്ങനെ പണിയെടുക്കടാ. ഓ, അവനൊരു ഹരിചന്ദ്രൻ. സൂര്യോദയത്തിന് മുമ്പ് വണ്ടികൾ ബീരാൻകുട്ടിയുടെ ഗോഡൌണിൽ എത്തണം. ചെല്ല്. അമ്മമ്മേ, അമ്മമ്മേ, കഥ ഓർക്കുക. നീ എന്താ ഈ ആ സമയത്ത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മാമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവിടെ ആകെ കുഴപ്പമാ. തറവാട്ടിൽ എല്ലാരും സത്യസന്ധമാരാണെന്നല്ലേ അദ്ദേഹം വിചാരിച്ചിരിക്കണേ. തെറ്റി. ഒക്കെ കള്ളന്മാരാ. അവര് തറവാട്ടിൽ നിന്ന് സാധനങ്ങൾ കടത്തുക. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ പയ്യാരത്ത് വന്നിട്ട് കൊല്ലം എത്രയായിരുന്നു എന്റെ വിചാരം.
അങ്ങനെയുള്ള ചിന്തൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് കണ്ടതാ. അമ്മാമ്മ ഇപ്പൊ എന്റെ കൂടെ വാ. അവരിപ്പോഴും ലോറിയിലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക. നേരാണ് മോനെ. സത്യം. പറച്ചോ കാക്കട്ടെ, ശരിയാവൂടെ നമുക്ക്. അത് വെറുതെ ഈ അവള് സൂയിപ്പാക്കല്ലേ മോനെ, ഈ അവള് പണം കൊയ്യല്ലേ വായ. അതെ, നല്ല നാടൻ കുത്തരിണ്ട്, ഒരു ലോഡ് അങ്ങോട്ട് അയച്ചു തരട്ടെ. എന്ത് നമ്മളതിൽ കല്ലോ? എടാ നമുക്ക് 10 കിലോ അരിയിൽ 1 കിലോ ചരലേ വീരാൻകുട്ടി ചേർത്തുള്ളൂ. അതും കടലുണ്ടിലെ നല്ല ദഹിക്കുന്ന ചരല്. ഇവിടെ ഓരോ അംക്കൾ ഈ 2 കിലോ ചേർത്തുണ്ട്. വീരാൻകുട്ടി നല്ല നെറിയുള്ള ബിസിനസ്സേ ചെയ്യുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞോ, നല്ല അസല് മട്ട. ഓക്കെ ഓക്കെ, ഓ ശരി. ഇതെന്താടോ ബീരാൻകുട്ടിക്ക, സാധനം തന്നിട്ട് പണം വാങ്ങാൻ തപസ്സിരിക്കണോ? ഇതാ പറഞ്ഞ എമൗണ്ട് ഫുൾ ആയിട്ടുണ്ട് പിടിച്ചോളി. അപ്പൊ ചരക്ക് 30-ാം തീയതി എത്തുമല്ലോ. ചരക്കിറക്കാം, പക്ഷെ തുക കുറച്ച് മാറ്റി തരണം. അത് നമ്മളേറ്റത്. അല്ല എന്താ ഇപ്രാവശ്യം അരി വളരെ കുറഞ്ഞു പോയി? അതിപ്പോ സാധനല്ല, അത് അടുത്ത തവണ കൂട്ടി ഇറക്കിയാ മതി. Two most famous cities were called Athens and Sparta. At that time, there was a race of mighty warriors. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ടിരിക്കും ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാൻ ഇത്ര വാശി ആക്രാന്തം. നീ ഭാഗ്യവാനടാ, ഇങ്ങനെയെങ്കിലും നിനക്ക് ഇതിനകത്തൊന്ന് കേറാൻ പറ്റിയില്ലേ? ആക്കല്ലേ മാഷേ. പിന്നെ ഞാനും പഠിച്ചിട്ടുണ്ട് 8 വരെ. 8 തന്നെ 3 കൊല്ലം. പിന്നെയും പഠിക്കായിരുന്നു. കൂടെ പഠിച്ചവരെന്നെ മാഷുമാരായി വന്നപ്പോ അത്ര പന്തിയല്ലെന്ന് തോന്നിയോണ്ടാ. പഠിപ്പില്ലെങ്കിൽ എന്താ, എന്റെ കണക്കൂട്ടിൽ ശരിയല്ലേ? അത് നിന്റെ വയറ്റിപ്പഴപ്പായതുകൊണ്ടാ. ഓ, ഈ കാശിന് എന്ത് പാര, എന്റെ കൈ ഒടിഞ്ഞു. എടുത്ത് തലേ വെച്ചോ, ഭാരം കുറഞ്ഞ സ്ഥലമല്ലേ. മാഷേ, Now that storm was at its highest. Lightning flamed from the sky, and everything below stood out in a clear distinctness. The bending trees, the wave-tossed river, and driving spray, and the dim outlines of the high banks on the other side. ഇപ്പോൾ ആ കൊടുങ്കാറ്റ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആകാശത്തു നിന്നും മിന്നൽ പിണരുകൾ പാഞ്ഞു. താഴെയുള്ള വസ്തുക്കളെല്ലാം വ്യക്തമായി തെളിഞ്ഞു കാണപ്പെട്ടു. തലകുനിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, തിരമാലകൾ, ചാഞ്ചാടുന്ന നദി, ചിതറിത്തെറിക്കുന്ന ജലഗണങ്ങൾ, മറുവശത്തുള്ള ഉയർന്ന ബാങ്ക് കെട്ടിടങ്ങളുടെ മങ്ങിയ രൂപങ്ങൾ. ടീച്ചറെ, ഒരു മിനിറ്റ് ഞെന്നേ. ചാച്ചി ടോം സോയറിലെ പഠിപ്പിക്കണേ. സർവത്ര അബദ്ധ. നൗ ദാറ്റ് സ്റ്റോം എന്നല്ല, നൗ ദാറ്റ് എന്നുള്ള ചേർത്ത് വായിക്കണം. അത് ഒറ്റ വാക്ക ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഡിം ഔട്ട്ലൈൻസ് ഓഫ് ദ ഹൈ ബാങ്ക്സ് ഓൺ ദ അതർ സൈഡ് എന്ന് വെച്ചാൽ ബാങ്ക് കെട്ടിടം എന്നല്ല. ബാങ്ക്സ് എന്ന് വെച്ചാൽ തീരങ്ങൾ എന്ന് അർത്ഥമുണ്ട്. പാവം കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തീരങ്ങൾ എന്ന് തന്നെയാ. You mind your own business. I'll look after it. അയ്യേ ടീച്ചറെ, അതും അബദ്ധമാ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയേണ്ടത്. Stupid. Don't teach me. I also have little knowledge about it. ഇപ്പൊ പറഞ്ഞ നിങ്ങളുടെ ടീച്ചറുടെ കാര്യത്തിൽ കറക്റ്റാ. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് അറിവില്ല എന്നാ സാരം. ഐ ഹാവ് എ ലിറ്റിൽ നോളജ്, അതാണ് എന്റെ കറക്റ്റ് പ്രയോഗം. Ramanathan, you don't have no business here. അയ്യോ, വീണ്ടും തെറ്റില്ലോ ചേച്ചി. 2 നെഗറ്റീവ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല. യു ഹാവ് നോ ബിസിനസ്, അതുപോലെ. Shut up your bloody mouth. വീണ്ടും പഴിച്ചില്ലേ? നേരെ മൗത്ത് നോക്കി ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്തിനാ? ഷട്ട് അപ്പ്, ദാറ്റ്സ് ഇനഫ്. മാഷ സ്കൂളിൽ ഷൈൻ ചെയ്യല്ലോ, ഇതുവരെ സ്വന്തം സ്കൂളാ. സ്വന്തം സ്കൂളാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പഠിപ്പിക്കുന്ന? നീ പുറത്തുനിന്ന് മാഷേ, ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. പെണ്ണല്ലേ, അഹങ്കാരം ഒന്ന് കുറയട്ടെ. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അതെന്താ? പ്രായപൂർത്തി അവിടെ പറഞ്ഞുതരാം. ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. ആ, പോണ വഴിക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. സുഹൃത്തെ, കാറിന്റെ കീ ഇങ്ങോട്ട് തന്നെ. വേണ്ട, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം. പുതിയ ഡ്രൈവറുടെ ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രൈവർ ആവാൻ എനിക്ക് ഒരു ഉദ്ദേശവും. പിന്നെ ഒരു സ്ഥലത്ത് പോവാൻ ഓരോരുത്തർക്കും ഓരോ വണ്ടി വേണ്ട, എല്ലാവർക്കും കൂടി ഒരു വണ്ടി മതി. പെട്രോളിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. കണ്ടിട്ടില്ലേ സേഫ് ഫ്യൂവൽ എന്ന് സർക്കാർ എഴുതി വെച്ചിരിക്കുന്നത്? കുട്ടാ, വണ്ടി റെഡിയല്ലേ? റെഡി മാഷേ, ഇങ്ങോട്ട് അയച്ചേട്ടെ. ആ കീ ഇങ്ങോട്ട്. എല്ലാവരും ഇങ്ങോട്ട്. എന്നിട്ട് അതെ വാനകത്തോട്ട് കയറിയട്ടെ. കുട്ടൻ ഡ്രൈവ് ചെയ്തോളൂ. ഇങ്ങോട്ട് കൊണ്ടുവാ ചേട്ടാ. ഇവൻ ബലാത്കാരമായി കാറിന്റെ കീ പിടിച്ച് വാങ്ങിയിരിക്കണു. വലിയമാമ അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? അധികാരം തന്നിട്ടുണ്ട് അല്ലേ? ആഡംബരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. അതുകൊണ്ടൊരു പുതിയ സാമ്പത്തിക നയം, അത്രേ ഉള്ളൂ. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? പോകൂ, പോയി വണ്ടി കയറൂ. കൃത്യനിഷ്ഠ പാലിക്കണ്ടേ? പോകൂ കുടവേറൻ ചേട്ടാ, പോകൂ. ആ, 1, 2 എല്ലാവരും അടുത്തടുത്തിരിക്കണേ. ഒറ്റ ട്രിപ്പ് അനുവദിച്ചിട്ടുള്ളൂ. പരമനാറി, നീ ഇപ്പൊ അവന്റെ വാലാട്ടി ആയോടാ? മനഃപൂർവ്വമല്ല, വാലല്ലേ, വിലള്ളൊടുത്തേക്ക് ആടൂ. ഭരണം മാറിയില്ലേ? ഞാനിപ്പോ ഭരണപക്ഷത്താ. ഇപ്പൊ കേറിയാട്ടെ. അങ്ങനെ കേറ്. സോറി കേട്ടോ. അങ്ങ് വന്നാട്ടെ, വന്നാട്ടെ. കയറിയാട്ടെ. ഇന്നു മുതൽ അങ്ങയുടെ സാരഥി ഞാനായിരിക്കും. പിന്നെ
ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ആരും ഇങ്ങോട്ട് വരില്ല. ഊണ് അങ്ങോട്ട് കൊടുത്തേക്കുക. ഇനി ഉണ്ണാൻ വേണ്ടി മാത്രം ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി. പെട്രോൾ ലാഭിക്കണമല്ലോ. ഇപ്രാവശ്യം ലോഡ് എത്തിയില്ലോ. എന്ത് പറ്റി നമ്മളെ ശങ്കരൻകുട്ടിക്കും കൂട്ടിരിക്കും? ബീരാൻകുട്ടിക്ക, പിന്നെ ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? ആ അല്ല, ഉണക്കിയിട്ടില്ലേ? ആ നന്നായിട്ട് ഉണക്കി. ആ, അതുകൊണ്ട് ഉയിന്ന് ചേർത്തിക്കാളാ. എല്ലാം കൂടി അടങ്ങാറുണ്ടാക്കണ്ട. 10 കിലോ ഉയിന്നിന് 1 കിലോ എന്നുള്ള കണക്ക് ചേർത്തിയാ മതി. കള്ളക്കച്ചവടം നമുക്കില്ലല്ലോ. അല്ല, പൂയി മണല് വന്നില്ലേ? പറഞ്ഞുണ്ട്. എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണല് വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? ആ, പോയിക്കോ. ആ, പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. ആ കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തിന് പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തിന് പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് നമുക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണേന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല, ആരാണപ്പൊ ഈ പുതിയ ആള്? ഹ, ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. ആ, സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി. അതിപ്പോ എന്നതൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും ബീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല അല്ല, എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ? പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ പയ്യാരത്തിന് മൊത്തമായിട്ട് ഇറക്കി തരാം. പക്ഷെ ന്യായമായ വില കിട്ടണം. ഈയാണ് ശരിക്കും കാര്യസ്ഥൻ. ബീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല, പത്മനാഭൻ നായരോ? ആ. മൂപ്പരെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂല എന്ന് കേട്ടിട്ടുണ്ട്. ആ, പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് വീരാൻകുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല, അതിപ്പോ എന്തിനാണ്? ഇനി ഒരു വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ മമ്പർത്തെ തങ്ങളെ അപ്പൊ ഒരു നേർച്ച വലിച്ച്. അല്ല, എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ. മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് രണ്ട് സമയം നല്ലതാ, ഞാൻ വരും. ആ. നമസ്കാരം. നമ്മൾ ബീരാൻകുട്ടിയാ. നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കോടി പുണ്യം ചെയ്ത ആളല്ലേ. നിങ്ങളെ കാണാൻ കൂടിയത് തന്നെ നമ്മളെ മഹാഭാഗ്യ. അങ്ങോട്ടിരിക്കുക. ഓ, ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ. സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം. ധൃതി വെക്കാതെ. വലിയ ഭൂസത്വം കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്ഷെങ്കില് നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാ. അല്ല, അരിയും നാളികേരും വെളിച്ചെണ്ണ ഒക്കെ മൊത്തമായിട്ട് നമുക്ക് ചാർത്തി തരാൻ പോണെന്ന് കേട്ടു. ശരിയാണോ? അല്ല, രക്ഷപ്പെട്ട്. നമ്മള് നേരെ വട്ടത്തിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് ആണേ. നിങ്ങൾ നമ്മളെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതെ, എന്താ നിങ്ങൾ നമ്മളെ പറ്റി കേട്ട്? എല്ലാം മായ. പടച്ചോനെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മള് മായം ചേർക്കല്. പക്ഷെ ഒക്കെ ഒരു നേരെ വട്ടത്തിലേ ഉള്ളൂ കേട്ടോ. പക്ഷെ കച്ചവടത്തിന് വീരാൻകുട്ടി സത്യസന്ധന. അതിന് നമ്മൾ ആരും കുറ്റം പറയില്ല. ശ്രീധരോ, അളിയോ, എന്തായിട്ടാ? ബീരാൻകുട്ടിക്ക് വന്നിരിക്കണു. എവിടെ? ഭൂമുഖത്തിരിക്കണു. അയാളെന്താ ഇവിടെ വന്നത്? കൊല്ലാപ്പായോ? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്തോ. വാ. വെളിച്ചെണ്ണയില് ലേശ റബ്ബർ കുരുവിന്റെ നീര്. അതിപ്പോ അത്ര വലിയ തെറ്റാ. ഇതെന്താ എന്ത് ചോദിച്ചാലും ഉവ് ഉവ് ഉവ്. അല്ല, ഉവ് റിക്കാർഡ് ചെയ്തിരിക്ക? അല്ല, ബീരാൻകുട്ടിക്കായോ? വരണം വരണം. ഇത് നിങ്ങളായിട്ടുള്ള കച്ചവടം ഒന്നും വേണ്ടപ്പാ. തല ഇരിക്കുമ്പോ മാലാടരുതല്ലോ. ഇനി കച്ചവടം പത്മനാഭൻ നായരായിട്ടാ. അയ്യോ, ഇക്ക ഇത് പത്മനാഭൻ നായരല്ല, കോന്തുണ്ണി നായരാ. ഒരു നിർവികാര ബ്രഹ്മം. അല്ല, നിങ്ങൾ ഓന്തുണ്ടി ആരാ? അച്ഛനെ അമ്മ വിളിക്കുന്നുണ്ട്. വല്ല കാര്യം എന്നോട് പറഞ്ഞാ പോലെ ഞാൻ നടന്നോളൂലേ. ഇക്ക എന്ത് വേണ്ടതിനെ കാണിച്ചേ? തറവാട്ടി വരാൻ ആരാ പറഞ്ഞേ? സുയിപ്പാക്കല്ലേ ശങ്കരൻകുട്ടി. ഞാൻ പത്മനാഭൻ നായർ വരാൻ പറഞ്ഞിട്ട് വന്നതാ. എവിടെ പത്മനാഭൻ നായർ? പപ്പനാഭൻ നായരല്ലേ? വാ, അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. അല്ലതാര് വീരാൻകുട്ടിക്കോ? പത്മനാഭൻ നായരല്ലേ കണ്ടത്? അപ്പുറത്തുണ്ട്, വാ. ഇവൻ പറയണത് കേക്കണ്ട. പത്മനാഭൻ നായർ അപ്പുറത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു പൊല്ലാപ്പായല്ലോ. പൂമുഖത്തൊരു പത്മനാഭൻ നായർ, അപ്പുറത്തൊരു പത്മനാഭൻ നായർ, ഇപ്പുറത്തൊരു പത്മനാഭൻ നായർ. ഇതെന്താ പത്മനാഭൻ നായരിലും പായോ? ഒറിജിനൽ പത്മനാഭൻ നായർ ഞങ്ങൾ ഇങ്ങോട്ട് ഇത് മൈദമാവില് കപ്പപ്പൊടി ചേർത്ത് വീശിന പൊറാട്ട പോലെ ആയാലും എന്റെ ഗതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതാണ് സാക്ഷാൽ പത്മനാഭൻ നായർ. എന്താ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതെയോ? നിങ്ങൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? താനാരാ? ഞാൻ വീരാൻകുട്ടി ഒറിജിനല്. നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ മോഹണ്ടെന്ന് പറഞ്ഞു. കച്ചവടം? അതെ. എന്ത് കച്ചവടം? ഇത് നല്ല ന്യായം. ദേ, പയ്യാരത്തുനിന്ന് മാസം തോറും 10-15 ട്രക്ക്
അരിയും നാളികേരും വെളിച്ചെണ്ണയും കയറ്റി അയക്കുന്നതേ മൊത്തമായിട്ട് എടുക്കുന്നത് ഞമ്മളാ. ഈ നിൽക്കണ നിങ്ങളെ കുട്ടികൾ തന്നെയാണ് നമുക്ക് സാധനം കൊണ്ടു തരുന്നത്. വിശ്വാസാവണില്ലാച്ച കുട്ടനോട് ചോദിക്കാം. എല്ലാ മാസവും 1 കിലോന് ദിവസം തറവാട്ടിലെ സ്ത്രീകളെല്ലാരും നേരത്തെ ഉറക്കാവല്ലോ. അന്നാ സാധനങ്ങൾ കിടത്തണത്. ഇഷ്ടണ്ടായിട്ടല്ല, ഭീഷണി ഭയന്ന് ഞാനും സാധനങ്ങൾ ചുമക്കാൻ കൂടാറുണ്ട്. അത് ശരി. അപ്പൊ ഇതുവരെ സാധനങ്ങൾ കട്ടിട്ടാണ് എനിക്ക് കൊണ്ടുപോയി തന്നതല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കക്കേ. പയ്യാരത്തെ തറവാട്ടിനെ പറ്റി നമ്മൾ അങ്ങനെ അല്ല കേട്ടത്. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടം നമ്മൾ നേരിട്ടാവാം. ഇക്കങ്ങോട്ട് വന്നേ. കാരണം അവർ ഇരുന്നത് കണ്ടില്ലേ? അതെന്താ? ഇരുന്നാ പിന്നെ കച്ചവടത്തിന് താല്പര്യമില്ലെന്നർത്ഥം. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? അപ്പൊ നിൽക്കുമായിരുന്നില്ലേ? ചേടാ, അതെന്താ ഒരാളോട് എന്ത് വെച്ചാലും ഉവ്വ് ഉവ്വ് ഉവ്വ്, വേറെ ആളോട് എന്താ കുഴപ്പം? അല്ല, തറവാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. തടി കേടാക്കാതെ വേ സ്ഥലം ഒഴിവാക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? കുട്ടാ, ഈ കേസ് ഏറ്റെടുക്കും മോനെ. പറഞ്ഞില്ലേ നമുക്ക് ഇന്നലെ വേറെ കൂട്ടര് അനക്കൊന്ന് കേൾക്കണോ? കല്ലുണ്ടി കടപ്പുറത്ത് ചരലും പോയിണ്ടോ ഈ വീരാൻകുട്ടി അരി മഞ്ചാരി വിൽക്കും. എന്നാ താൻ പോയി വെക്ക്, പോ.